ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഹസൻ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്പ് ഓഫ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിംസിനെ കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഇതിൽ നിന്നും വളരെ പ്രധാനമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വളരെ ചെറിയ ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഓരോ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ നമുക്കറിയാം, നിമി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക്കുകളും എന്ത് ചെയ്യാനില്ല, വെറുതെ വിടാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്ലെയിം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ദ ഓക്സി അസറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ്. അപ്പം ഓക്സി അസറ്റിലിൻ ഗ്യാസ് ഫ്ലെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ കാരണങ്ങൾ, ഒരു 3 കാരണങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഇറ്റ് ഹാസ് വെൽ കൺട്രോൾഡ് ഫ്ലെയിം വിത്ത് ഹൈ ടെമ്പറേച്ചർ. നമുക്കറിയാം ഓക്സി അസറ്റിലിൻ ഫ്ലെയിമിനാണ് വളരെയധികം ടെമ്പറേച്ചർ ഉള്ളത്. സോ ഇത്തരത്തിലുള്ള ഹൈ ടെമ്പറേച്ചറിലും ഇതെന്ന് പറയുന്നത് വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്ലെയിമാണ്. ഈ ഫ്ലെയിമിന് എന്തുണ്ട്, ഒരു കൺട്രോളിംഗ് ഉള്ള ഒരു ഫ്ലെയിമാണ്. സോ അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു. രണ്ടാമത്, the flame can be easily manipulated for proper melting of the base metal. ബേസ് മെറ്റൽ പ്രോപ്പർലി മെൽറ്റിംഗ് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്ലെയിം കൂടിയാണ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. സോ തേർഡ് റീസൺ എന്ന് പറയുന്നത്, ഇറ്റ് ഡൂസ് നോട്ട് ചേഞ്ച് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ ബേസ് മെറ്റൽ ഓർ വെൽഡിൻ, അല്ലെങ്കിൽ ബേസ് മെറ്റലിലെ കെമിക്കൽ കമ്പോസിഷനിൽ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതും ഈ ഒരു ഈ ഒരു ഓക്സി അസറ്റിലിൻ ഫ്ലെയിം യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇനി ഈ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള എന്തുണ്ടായിരിക്കും, രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 3 രീതിയിൽ ക്രമീകരിക്കാം. നമുക്കറിയാം, ഓക്സി അസറ്റിലിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറയുന്ന കത്തുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗ്യാസും, അതുപോലെ തന്നെ ഫ്യൂവലായിട്ടുള്ള അസറ്റലിനും കൂടെ ചേരുമ്പോഴാണല്ലോ അതിന് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സി അസറ്റിലിന്റെ അളവിന് അനുസരിച്ചാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, 3ആയിട്ട് തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ ന്യൂട്രൽ ഫ്ലെയിം, രണ്ടാമത്തത് ഓക്സിഡൈസിങ് ഫ്ലെയിം, മൂന്നാമത്തത് കാർബറൈസിങ് ഫ്ലെയിം. അപ്പോൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ നിഷ്പക്ഷമാണ്. ഓക്സിജനും അസറ്റലിനും ഈക്വൽ വോളിയത്തിൽ എന്ത് ചെയ്യുന്നു, മിക്സ് ആകുമ്പോൾ, ഈക്വൽ വോളിയത്തിലുള്ളപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും, ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറച്ച് കൂടുതലായിരിക്കും അസറ്റിലിനേക്കാളും. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അസറ്റിലിനും കുറച്ച് കൂടുതലായിരിക്കും ഓക്സിജനേക്കാളും. അപ്പോൾ അങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലെയിം സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനെയും നമുക്ക് പരിചയപ്പെടാം. ഇത്തരത്തിൽ പരിചയപ്പെടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ISRO ആയിക്കോട്ടെ, DRDO ആയിക്കോട്ടെ, മറ്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയിരുന്നാൽ ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് പറയുന്നത്, ഈ ഫ്ലെയിമിന്റെ ഈ ചിത്രങ്ങൾ, ഈ ചിത്രത്തിലുള്ള ഈ ഒരു എന്തെന്ന് പറയുന്നത്, ഉള്ളിലുള്ള ഫ്ലെയിം, ഈ പുറത്തുള്ള ഫ്ലെയിം, ഈ കുത്തു കോമകൾ, ആ ഒരു ഫിഗർ മൊത്തത്തിൽ തന്നെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗറിനുള്ളിലുള്ള ആ പോയിന്റ്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോ ഫ്ലെയിമിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഫ്ലെയിം ആണ് എന്ത് എന്ന് പറയുന്നത്, ന്യൂട്രൽ ഫ്ലെയിം. ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ആർ മിക്സ്ഡ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ ഇൻ ദ ബ്ലോ പൈപ്പ്. ബ്ലോ പൈപ്പിൽ ഓക്സിജന്റെയും അതുപോലെ തന്നെ അസറ്റിന്റെയും അളവ് എന്താണ്, ഈക്വൽ പ്രൊപ്പോർഷനിലായിരുന്നാൽ, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള അനുപാതത്തിലായിരിക്കുമ്പോഴാണ്, കലർത്തിയിരിക്കുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാം, ന്യൂട്രൽ ഫ്ലെയിം ആണ് എന്ന് പറയാം. സോ ഇവിടുത്തെ അടുത്ത പോയിന്റ്, കംപ്ലീറ്റ് കമ്പസ്റ്റൻ ടേക്ക് പ്ലേസ് ഇൻ ദിസ് ഫ്ലെയിം. ഈ ഒരു ജ്വാലയിൽ, അതായത് ഈ ഒരു ഫ്ലെയിമിൽ പൂർണ്ണമായിട്ടുള്ള ജ്വലനവും നടക്കുന്നുണ്ട്. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ, ദിസ് ഫ്ലെയിം ഡൂസ് നോട്ട് ഹാവ് ബാഡ് എഫക്ട് ഓൺ ദ ബേസ് മെറ്റൽ ഓർ വെൽഡ്. അപ്പോൾ ഈ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത്, ഈ ഒരു തീജ്വാല എന്ന് പറയുന്നത് ബേസ് മെറ്റലിൽ മോശം സ്വാധീനങ്ങളെ എഫക്റ്റ് ചെലുത്തുന്നില്ല. The metal is not oxidized and no carbon is available for reacting with the metal. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ലോഹം ഓക്സിഡൈസ്ഡ് ചെയ്തിട്ടില്ല. ഓക്കെ, മെറ്റൽ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ചെയ്തിട്ടില്ല. കൂടാതെ മറ്റ് മെറ്റൽസുമായിട്ട് പ്രതിപ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എന്തുമില്ല, പ്രതിപ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ റിയാക്ടിങ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാർബൺ ലഭ്യവുമല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, അത് ആ ഒരു ഫിഗറിനകത്ത് പറയുന്നുണ്ട്. നോ ബാഡ് എഫക്റ്റ് ഡ്യൂ ടു കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്നും പറയുന്നുണ്ട്. then അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ നോക്കുക, നോട്ട് ക്ലിയർ റൗണ്ട് കോൺ ആൻഡ് ലെങ്തി ഫ്ലെയിം. അപ്പോൾ അതിന്റെ പ്രത്യേകത, നോട്ട് ക്ലിയർ റൗണ്ട് കോണ്. ഓക്കെ, നോട്ട് ക്ലിയർ റൗണ്ട് കോണ് ആൻഡ് ലെങ്തി ഫ്ലെയിം, അതാണ് അതിനകത്തുള്ളത്. അതിനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ കയറി വരാം. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസത്തെയും ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലഭിക്കാൻ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫീസ് വെറും 200 രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസസ് കൂടി നോക്കാം നമുക്കിനി. അപ്പം യൂസസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ടു വെൽഡ് മോസ്റ്റ് ഓഫ് ദ കോമൺ മെറ്റൽസ്, മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് അലുമിനിയം. അപ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ മെറ്റൽസിനെയും എന്തിനകത്ത്, ഈ ഒരു ന്യൂട്രൽ ഫ്ലെയിം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ അടുത്തത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. ഓക്സിഡൈസിങ് ഫ്ലെയിം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻ എക്സസ് ഓഫ് ഓക്സിജൻ ഓവർ അസറ്റിൻ ആസ് ദ ഗ്യാസസ് കം ഔട്ട് നോസിൽ. നോസിൽ നിന്ന് പുറത്തു വരുന്ന ആ ഗ്യാസസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അസറ്റിലിനേക്കാളും കുറച്ചുകൂടി എന്തുണ്ട്, എക്സസ് ആയിട്ടുള്ള കൂടുതൽ അളവിൽ ഓക്സിജൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്സിഡൈസിങ് എഫക്ട് ഡ്യൂ ടു എക്സസ് ഓക്സിജൻ എന്നും അതുപോലെ തന്നെ നോട്ട് ദ വെരി ഷോർട്ട് പോയിന്റഡ് കോൺ ആൻഡ് ദ സ്മാളർ ഫ്ലെയിം എന്നും ആ ഫിഗറിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതും ചോദ്യമായിട്ട് വരാം. അടുത്തെന്ന് പറഞ്ഞാൽ ദിസ് ഫ്ലെയിം ഹാസ് ആൻ ഓക്സിഡൈസിങ് എഫക്ട് ഓൺ മെറ്റൽ വിച്ച് പ്രിവെന്റ് ഇവാപ്രേഷൻ ഓഫ് സിങ്ക് ഓർ ടിൻ ഇൻ ബ്രാസ് ബിൽഡിംഗ് ഓർ ബ്രേസിങ്. ഇതെന്ന് പറയുന്നത് സിങ്ക് ഓർ ടിന്നിൻ ബ്രാസ് ബിൽഡിംഗ് ബ്രേസിംഗിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലെയിമിനകത്ത് എന്തിരിക്കുന്നു, ഒരു ഓക്സിഡൈസിങ് എഫക്ട് ഓൺ മെറ്റൽസ്, ഒരു ഓക്സിഡൈസിങ് മെറ്റൽസിന് എന്തിരിക്കുന്നു, ഓക്സിഡൈസിങ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ ഫ്ലെയിം. സോ ഇത് നമ്മുടെ സിങ്ക് അല്ലെങ്കിൽ ടിൻ ബ്രാസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ബ്രേസിംഗിൽ സിങ്ക് ഓർ ടിൻ ഇവാപ്രേഷനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതും ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. യൂസസ് എന്ന് പറയുന്നത് എന്താണ്, വെൽഡിംഗ് ഓഫ് ബ്രാസ് ആൻഡ് ഫോർ ബ്രേസിംഗ് ഫെറസ് മെറ്റൽസ്. സോ അങ്ങനെ വെൽഡിംഗ് ബ്രാസ് മെറ്റൽസ് അല്ലെങ്കിൽ ബ്രേസിംഗ് ഒക്കെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. കാർബറൈസിംഗ് ഫ്ലെയിമിനകത്ത് എന്താണ് പറയുന്നത്, കാർബറൈസിംഗ് ഫ്ലെയിമിൽ ടു റിസീവ് ആൻ എക്സസ് ഓഫ് അസറ്റിൻ ഓവർ ഓക്സിജൻ ഫ്രം ദ ബ്ലോ പൈപ്പ്. അപ്പോൾ ഓക്സിജനേക്കാൾ കൂടുതൽ അസറ്റിനായിരിക്കും. ഇവിടെ ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 3 ഫ്ലെയിംസുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫിഗറൊക്കെ തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാർബറൈസിംഗ് എഫക്ട് ഡ്യൂ ടു എക്സസ് അസറ്റിലിൻ എന്നും അതുപോലെ നോട്ട് വൈറ്റ് എക്സസ് അസറ്റിലിൻ ഫ്ലെയിം സറൗണ്ടിങ് ദ കോൺ ഓഫ് മോർ ലെങ്തി ഫ്ലെയിം എന്നുള്ള ഉള്ളിൽ കൊടുത്തിരിക്കുന്നതും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത യൂസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ഫോർ, എപ്പോഴും യൂസസ് ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഓക്സിജന്റെയും അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഫ്ലെയിമിന്റെയും അതിനേക്കാൾ കൂടുതൽ ഈ കാർബറൈസിംഗ് ഫ്ലെയിമിന്റെയാണ്. അതായത് യൂസ്ഫുൾ ഫോർ ലിൻഡേ വെൽഡിങ്, സ്റ്റെലൈറ്റ് വെൽഡിങ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓഫ് സ്റ്റീൽ പൈപ്പ് ആൻഡ് ഫ്ലെയിം ക്ലീനിങ്. ദ സെലക്ഷൻ ഓഫ് ദ ഫ്ലെയിം ബേസ്ഡ് ഓൺ ദ മെറ്റൽ ടു ബി വെൽഡ് ചെയ്യുന്ന മെറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ന്യൂട്രൽ ഫ്ലെയിം ഇസ് കോമൺലി യൂസ്ഡ് ഫ്ലെയിം. ഓക്കെ, ന്യൂട്രൽ ഫ്ലെയിം ആണ് കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലെയിം. ഇനി ഓരോ മെറ്റീരിയലുകളും അവയുടെ ഫ്ലെയിമും ഓൾറെഡി നമ്മൾ പറഞ്ഞു, മൈൽഡ് സ്റ്റീൽ ആയാലും കോപ്പർ, കാസ്റ്റിംഗ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം, ഇവയൊക്കെ എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്, എന്തുകൊണ്ടാണ് വെള്ളിയുന്നത്, ന്യൂട്രൽ ആണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എന്താണ് ചോദിക്കില്ല, കാരണം ഒരുവിധം എല്ലാം അങ്ങനെ തന്നെയല്ലേ. എന്നിരുന്നാലും നോക്കണം, ന്യൂട്രൽ ഫ്ലെയിം കൊണ്ടാണ്. ഈ ന്യൂട്രൽ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, കാസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ സ്ലൈറ്റ്ലി ഓക്സിഡൈസിങ് ആയിട്ടുള്ള ന്യൂട്രൽ, ചെറുതായിട്ട് ഓക്സിഡൈസിങ് ആയിട്ടുള്ള ന്യൂട്രൽ ഫ്ലെയിമും, അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി കാർബറൈസിങ് ആയിട്ടുള്ള ന്യൂട്രൽ ഫ്ലെയിമും ആയിരിക്കും യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. സോ ഏറ്റവും പ്രധാനം ബ്രാസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിഡൈസിങ് ആണ്, സ്റ്റെലൈറ്റ് അതുപോലെ തന്നെ ലിൻഡേ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കാർബറൈസിങ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഏതും ചോദിക്കാം. അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതിയാവുന്നതാണ്. ബാക്കിയെല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്. ഫിഗേഴ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്ലാസ് കൂടി അവസാനിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക്